സാഹോദര്യത്തോടെ നമ്മളിവിടെ ജീവിക്കണം. അപ്പോഴേ അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാവുകയുള്ളൂ. ശാന്തി, സമാധാനം. മനുഷ്യര് ഇവിടെ ശാന്തിയോടെ സമാധാനത്തോടെ ജീവിച്ചാൽ മറ്റുള്ള ജീവികൾക്കും പക്ഷികൾക്കും കാട്ടുമൃഗങ്ങൾക്കും എല്ലാത്തിനും വലിയ ശാന്തിയും സമാധാനവും ഉണ്ടാകും. അവരുടെ ഇടയിൽ സ്നേഹമുണ്ടാകും. ബഹുമാനപ്പെട്ട ഖുലഫാഉൽ അർബഅ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഇവിടെ ഹക്കായ ശരിയായ ഭരണം നടത്തിയിരിക്കുന്ന 4 ഖുലഫാക്കൾ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി റളിയല്ലാഹു തആല അൻഹും. ഈ 4 സഹാബാക്കൾ ഖുലഫാഉർ റാഷിദീൻ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിനെ അതിന്റെ ഹഖ് പോലെ ഇവിടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. എന്നാൽ ഈ ഖുലഫാഉൽ അർബഅന്റെ ശേഷം ഇവിടെ അതിനോട് സാമ്യതയുള്ള, അതിനോട് യോജിക്കുന്ന ഏറ്റവും നല്ല ഭരണം ഈ ലോകത്ത് വെച്ച് നടത്തിയവര് കുറഞ്ഞ ആളുകൾ, വിരൽ കൊണ്ടെണ്ണപ്പെടുന്ന കുറഞ്ഞ ആളുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്നാമനാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ സലാഹുദ്ദീൻ അയ്യൂബി. പിന്നെ അതിൽ കൂട്ടാൻ പെരുത്താളൊന്നും കിട്ടുകയില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് നടത്തുന്ന കാലത്ത് കാട്ടിൽ താമസിക്കുന്ന ആളുകൾ, ആടുകളെ മേയിച്ചും കൊണ്ട്, മൃഗങ്ങളെ മേയിച്ചും കൊണ്ട് കാട്ടിൽ ജീവിതം കഴിക്കുന്ന ആളുകൾ നാട്ടിലുള്ള ആളുകളെ കണ്ടാൽ ചോദിക്കാൻ തുടങ്ങിയെന്നാണ്, ആരാണിപ്പോൾ ഖലീഫ? അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. വളരെ നല്ല ഭരണമായിരിക്കും അല്ലേ? ഖുലഫാഉർ റാഷിദീന്റെ ഭരണം പോലത്തെ ഭരണമാണ്. എന്താണ് നിങ്ങളത് ചോദിക്കാൻ കാരണം? ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്, അതായത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഖിലാഫത്തിന്റെ തുടക്കത്തിന്റെ ആ ഡേറ്റാണ് അവർ പറയുന്നത്. അത് മുതൽക്ക് ഇതുവരെ ഇപ്പോൾ കാട്ടിൽ ആടുകളെ, മറ്റുള്ള മൃഗങ്ങളെ, ചെന്നായി മറ്റുള്ള കാട്ടുമൃഗങ്ങൾ ആക്രമിക്കുന്നില്ല. അവർ ഒന്നിച്ച് മേയുന്നു, തിന്നുന്നു. എന്താ അതിന് കാരണം? അതിന് കാരണം മറ്റൊന്നുമല്ല, മനുഷ്യർക്ക് നേതൃത്വം വഹിക്കുന്ന ആള് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നീതിയോടെ, ശാന്തിയോടെ, സമാധാനത്തോടെ ജനങ്ങളെ പരസ്പര സ്നേഹത്തോടെ ഒരുമിച്ച് കൂട്ടുന്ന ആ ഭരണം നടത്തിയത് കാരണമാണ്. മനുഷ്യനെ ആക്രമണം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇവിടെ പരസ്പരം തമ്മിലടിച്ച് ജീവിക്കുക, സ്നേഹമില്ലാതിരിക്കുക. അക്കാലത്ത് ഈ അക്രമികളുടെ അവരുടെ കുറ്റത്തിന്റെ കാരണത്താൽ ഇവിടെ പക്ഷികൾ ബുദ്ധിമുട്ടി പോകും. പക്ഷികൾ നമ്മുടെ നാട്ടിൽ പറയുന്നത് കൊറുങ്കു എന്ന് അറിയത്തില്ല, ആദ്യം ചെയ്തി അല്ല അങ്ങനെ പറയുന്നു. അവിടുത്തെ കൊറുങ്ക് അത് പഴിച്ചിട്ട് ദാഹിച്ചിട്ട് ചത്തുപോകുന്നതിന് സംഭാഷണം. എന്താ അറിയോ ഈ കൊറുങ്കിനെ പറയാൻ കാരണം? അതിന് ഒരു 2 മാസം കഴിയുമ്പോൾ എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി, കൂടെ കൂടെ തിന്നോളണമെന്നില്ല. 2 മാസം ഒരു പ്രാവശ്യം കിട്ടിയാൽ മതി. ഈ കുറുങ്ക് പാറിയിട്ട് 2 മാസം യാത്ര ചെയ്താലും തിന്നാൻ കിട്ടാത്തത് ഇരിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാവും. അതിന് കാരണം എന്താണ്? ധിക്കാരിയുടെ തമ്മാടിയായിട്ട് തെറ്റ് ചെയ്തിട്ട് മനുഷ്യരുടെ പരസ്പരമുള്ള സ്നേഹം മറന്നിട്ട് ജീവിക്കുന്ന ആ ദുഷ്ടന്റെ അവന്റെ കാരണമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ടത് ഇരിക്കുന്ന കാര്യമാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? പരസ്പരം മനുഷ്യ സ്നേഹം, അതുപോലെ മുഅ്മിനീങ്ങൾ പരസ്പരമുള്ളതിരിക്കുന്ന സ്നേഹം, കുടുംബത്തിനോടുള്ള സ്നേഹം, അയൽവാസികളോടുള്ള സ്നേഹം,
ഗുരുനാഥന്മാരും ശിഷ്യന്മാരുമുള്ള സ്നേഹം, കൂടെ പഠിച്ചവര് പരസ്പരമുള്ള സ്നേഹം, ഇങ്ങനെ കുറെ സ്നേഹത്തിന്റെ വഴികളുണ്ട്. അതെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതേപോലെ നമ്മുടെ ജാതിക്കാരല്ലാത്ത മറ്റുള്ള ജാതിയിലെ മതക്കാരുണ്ട്. വേറെ മതക്കാരുണ്ടെങ്കിൽ ആ മതക്കാരോട് എങ്ങനെ പെരുമാറണം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ മദ്ഹബുകളുടെ ഇമാമിയങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചുപെടാൻ. മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു രാത്രി നിസ്കരിക്കുകയും കിതാബ് എഴുതുകയും ഇങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ജീവിതം. അബൂ ഹനീഫ തങ്ങൾക്ക് ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അയൽവാസി ആരാ? യഹൂദി. യഹൂദിയാണ് അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസി. നോക്കണം ഇങ്ങോട്ട്. രാത്രി ഈ യഹൂദിന്റെ അവസ്ഥ എന്തായിരുന്നു? മദ്യപിച്ചിട്ട് കള്ളും കുടിച്ച് വന്നിട്ട് പാട്ട് പാടും. ലിയോമിൻ കരീഹത്തിൻ വസദ്ദി സഗരി അല്ലാഉനി വഅയ്യഫഖന്നല്ലാഹു. ഞാനൊരു ചെറുപ്പക്കാരനല്ലേ, എന്നെ കൊണ്ട് ജനങ്ങൾക്ക് എത്ര ഗുണമുണ്ട്, എന്നിട്ടോ എന്നെ ആരും കൂട്ടാക്കുന്നില്ല. ഞാൻ കഷ്ടപ്പെടുമ്പോൾ, ഞാൻ വേലാറാകുമ്പോൾ എനിക്ക് ആരുടെയും സഹായ സഹകരണം ഒന്നും കിട്ടുന്നില്ല. അറിവ് വെറുതെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് മസ്തായിട്ട് പാടുകയാണ്. രാത്രി നേരം വെളുക്കുന്നവരെ പാട്ട് തന്നെ. അബൂ ഹനീഫ ഇമാമിന്റെ പുരന്റെ അടുത്താണ്. അബൂ ഹനീഫ ഇമാമിന് ചിലപ്പോൾ നിസ്കരിക്കാനോ കിതാബ് എഴുതാനൊക്കെ വിഷമമുണ്ടാവും. ഇതൊന്നും അബൂ ഹനീഫ ഇമാം തങ്ങളൊന്നും ഉണ്ടെന്നില്ല. ഒരു രാത്രി ഈ യഹൂദിയായ മദ്യപിച്ചു വന്ന പാടത്ത് ഈ മനുഷ്യന്റെ ശബ്ദം കേട്ടില്ല. അങ്ങനെ രാത്രി ഇബാദത്തും നിസ്കാരവും എല്ലാമായി സുബഹി വരെ ഈ മനുഷ്യന്റെ ശബ്ദം കേട്ടില്ലല്ലോ. സുബഹി നിസ്കാരം എല്ലാം കഴിഞ്ഞപ്പോൾ അബൂ ഹനീഫ ഇമാം തങ്ങൾ അയൽവാസിയുടെ ഈ യഹൂദിയുടെ വീട്ടിലേക്ക് പോയി. പുരക്കാരോട്, പെണ്ണുങ്ങളോട്, കുട്ടികളോട് അന്വേഷിച്ചു. നിങ്ങളാൾ എവിടെ പോയി? നീ പുരന്റെ നേതാവിന് രാത്രി പാട്ടൊന്നും കേട്ടില്ലല്ലോ. അപ്പൊ പുരക്കാര് പറഞ്ഞ് അയാളെ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോൾ പോലീസ് പിടിച്ചു കൊണ്ടുപോയി. അയാളെ ലോക്കപ്പ് ഇട്ടിട്ട് കുടിച്ചിട്ട് എന്തേ അയാൾ കുടിച്ചിട്ട് വരില്ല, എന്തോ കുത്തക്കെട്ട് കളിച്ച് അയാളെ ജയിലിലിട്ട് കൊണ്ടിട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട്. ഉടനെ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല വീട്ടിലേക്ക് മടങ്ങി വന്നു. അവർ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനമുണ്ട്, കുതിരയുണ്ട്. കുതിരപ്പുറത്ത് കയറി നേരിട്ട് പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാര് എസ്ഐയോ തർക്കളോ ആരാളത് അവർ കാണുമ്പോൾ, അബൂ ഹനീഫ ഇമാമിനെ കാണുമ്പോൾ അവർ പുറത്തു വന്ന് സ്വീകരിച്ചു. എന്താണ് വരാൻ കാരണം? എന്താണ്? വലിയ മഹാനാണല്ലോ. അബൂ ഹനീഫ ഇമാം തങ്ങൾ പറഞ്ഞു, എന്റെ ഒരാൾ ഇവിടെ ലോക്കപ്പിൽ കിടക്കുന്നുണ്ട്, അയാൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. ആരാണ് തങ്ങളെ? അത് അതാ ഇന്നയാൾ. അയാളെ പേര് പറഞ്ഞു. യഹൂദിയാണ്. ഒരു അത്ഭുതമാണ്. ഈ കള്ളു കുടിച്ചിട്ട് റോട്ടിലേക്ക് കുരുത്തക്കെടും കളിച്ചു രാത്രി ഉറങ്ങാതെ ഇടുങ്ങിറങ്ങി ഈ മനുഷ്യൻ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ആളാണോ? എന്നാലും അബൂ ഹനീഫ ഇമാം പറഞ്ഞപ്പോൾ അയാൾക്ക് എന്തെങ്കിലും സഹായം നൽകാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. ഇത് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. എല്ലാവരും പറഞ്ഞു. പോലീസുകാരും വിടാ ഉടനെ പുറത്തു കൊണ്ടുവന്നു. ഇവൻ തന്നെ വിടുന്നു. അപ്പോൾ പോലീസ് മേധാവി പറഞ്ഞെന്തായി, ഇയാളെ മാത്രമല്ല, ഇമാം ഇവിടെ വന്നതുകൊണ്ട്, അബൂ ഹനീഫ ഇമാം തങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് ഇവന്റെ കൂടെ വേറെയും കുറെ ആളുകളെ പിടിച്ചിരിക്കുന്നു. ആ കൂടെ പിടിക്കപ്പെട്ട എല്ലാവരെയും മോചിപ്പിച്ചു ഞങ്ങള്. അത് അബൂ ഹനീഫ ഇമാം തങ്ങൾക്ക് വേണ്ടി പിടിച്ചു. ഇമാം പോലീസ് സ്റ്റേഷന്റെ പുറത്തിറങ്ങി കുതിരപ്പുറത്ത് കയറി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ മനുഷ്യൻ അബൂ ഹനീഫ ഇമാമിന്റെ ആ കുതിരന്റെ ബാക്കിലൂടെ ഇങ്ങനെ ഓടുന്നു. അപ്പൊ അബൂ ഹനീഫ ഇമാം ചോദിച്ചു, അല്ലടോ നീ അല്ലേ പാടുന്നു?
يوم كريهة مسد سهري അള്ളാഹുവിനി വായ്യഫതൻ അള്ളാഹു വിഷമഘട്ടത്തിൽ എന്നെ ആരും സഹായിക്കുന്നില്ല, എനിക്കാരുമില്ല എന്ന് നീ പറഞ്ഞല്ലോ, അതെങ്ങനെ ശരിയാണോ എന്ന് പറഞ്ഞു. ഇമാം തങ്ങളെ ബഹജാറാക്കരുത്, ഞാൻ കുടിച്ചിട്ട് പറഞ്ഞതാണ്. അത് ബോധത്തോടെ പറയുന്നൊന്നും അല്ല, ഞാനത് അർത്ഥം മനസ്സിലാക്കിയിട്ട് പറയുന്നൊന്നും അല്ല. മാപ്പ് ചെയ്യണം, നിനക്ക് മാപ്പ് പോയിക്കോ, നിന്റെ പരിക്ക് പോയിക്കോ. ഈ മനുഷ്യൻ അയൽവാസിയാണ്, അയൽവാസിന്റെ ഹക്ക്. അവിടെ നിന്നുള്ള ജാതി ഭേദമില്ല, ഞാനൊരു ജാതി അവനൊരു ജാതി എന്നുള്ളത് ഇരിക്കുന്ന നോട്ടമില്ല. ഇത് അയൽവാസികളോടുള്ള കടമയാണെങ്കിൽ സകല മനുഷ്യന്മാരോടും ഇങ്ങനെയാണ് ഇരിക്കുന്ന ഹക്കുണ്ട്. സ്വന്തം അവരവരുടെ ദീനിലുള്ള മുസ്ലിമീങ്ങൾ തമ്മിൽ മാത്രം സ്നേഹത്തോടെ ദയയോടെ ജീവിക്കണം, മറ്റുള്ളവരെ അവരെ കൂട്ടാക്കാതിരിക്കണം, അവരെ ആക്രമിക്കണം. അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കണം എന്നാണ്. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. പഠിച്ചവര് ആ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധ തിരിക്കേണ്ടതും ആണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ-ഗസാലി റളിയല്ലാഹു തആല അൻഹു അവരുടെ ലോകപ്രസിദ്ധമായ കിതാബ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇവിടെ കുറെ ആളുകൾ പ്രസംഗിക്കുമ്പോൾ ഇവിടെ സമ്മാനിക്കപ്പെട്ട മാസ്റ്ററും അതിന് ശേഷം ഒരാളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഹൃദയം നന്നാവണം എന്ന് പറഞ്ഞു. ഹൃദയത്തെ സംബന്ധിച്ച് അതിന് ശരിക്കും ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ-ഗസാലി. ശറഹു അജായിബിൽ ഖൽബ് ഇതിലുണ്ട്. അതുപോലെ എന്റെ മറ്റുള്ളതിരിക്കുന്ന അധ്യായങ്ങൾ അത് നമ്മൾ പഠിക്കണം. ആരും ഞാൻ പഠിക്കണം, എന്നെ പോലെ എല്ലാവരും പഠിക്കണം. താടിയും തലയും കിട്ടും വിട്ടാത്ത ഞാൻ യഹിയ മുത്താലായ ചെയ്തുകൊണ്ടിരിക്കണം, പഠിക്കണം. ഇതിൽ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ ആത്മശുദ്ധി. ഇവിടെ ഓരോരുത്തരും ഞാൻ പറഞ്ഞത് അത് തന്നെ ശരി എന്നുള്ള ആ സമർത്ഥനം, അത് എന്താണ്? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ-ഗസാലി റളിയല്ലാഹു തആല അൻഹു കിതാബുൽ ഇൽമിൽ പറഞ്ഞു, മിൻ അലാമാതി ഉലമാഇ സൂ, മോശപ്പെട്ടതിരിക്കുന്ന ഉലമാഇന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇഹ്യാ ഉലൂമിരിക്കുന്ന കിതാബ് മിൻഹാജുൽ ആബിദീൻ, അത് ഇതൊക്കെ മറന്നുപോയി, ജനങ്ങളുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ടു പോയി, ദർസുകളിൽ നിന്ന് എടുക്കപ്പെട്ടു പോയി. അതിന്റെ ആവശ്യമില്ല. ഇന്ന് വലിയ പഠിപ്പ് ഒന്നാമത്തെ സ്ഥാനത്ത് ഫർദായിനായത് എന്താ? ഇവിടെ ജീവിക്കാൻ പഠിക്കൽ അത്രമാത്രമായി മാറിയിട്ടുണ്ട്. അതേ കിതാബുൽ ഇൽമിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ-ഗസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇപ്പോൾ ഇബ്ലീസിന് വിശ്രമമാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുന്ന വാക്കെടുത്ത് ഉദ്ധരിക്കുകയാണ്, ഇബ്ലീസിന് വിശ്രമമാണ്. ഇബ്ലീസിന്റെ ആ ജവാബ്ദാരി, അവന്റെ പണി അവൻ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ആരിക്ക്? ഉലമാഉ സൂഇനെ ഏൽപ്പിച്ചിരിക്കുന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബുൽ ഇൽമിൽ കാണാം. ഇത് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. ആദ്യം നമ്മൾ തന്നാവണം. കാരണം ഓരോരുത്തരും മഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ സഹോദരന്മാരെ, നമ്മൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരുടെ പൊരുത്തത്തിന് വേണ്ടി? ആരുടെ പൊരുത്തമാണ് നമ്മൾക്ക് വേണ്ടത്? അല്ലാഹുവിന്റെ പൊരുത്തമല്ല നമ്മൾക്ക് വേണ്ടത്. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ തമ്മിൽ തള്ളി പരസ്പരം ചീത്ത പറഞ്ഞ് എന്തിനിവിടെ നമ്മളുടെ ഈമാൻ എന്തിന് കളയണം? ഈമാനോടെ മരിക്കണ്ടേ സഹോദരന്മാരെ? എല്ലാവർക്കും ഈമാൻ വേണം. സർവ മുസ്ലിമീങ്ങളും വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മരണം വരെ ജീവിക്കണം സഹോദരന്മാരെ. മരിക്കുന്ന അവസരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദിന്റെ കലിമയോടെ മരിക്കണം. ഞാൻ മാത്രം മരിച്ചാൽ മതി, അങ്ങനെ മറ്റുള്ളവരെന്ത് വേണമെങ്കിലും ആവട്ടെ എന്ന് ഞാൻ ചിന്തിച്ചാൽ എന്റെ ഈമാന്റെ കാര്യം അപകടത്തിലായി പോവുകയില്ലേ? അല്ലാഹു കാത്തു സലാമത്താക്കുമാറാവട്ടെ. വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കണം. നമ്മുടെ ഹൃദയം നന്നാവണം. ഞാനാണ് ചെറുതി, ഞാൻ വലിയവനല്ല
എന്നുള്ള ആ ഓർമ്മ നമ്മളുടെ ഹൃദയത്തിൽ വേണം. നമ്മുടെ ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി തങ്ങൾ തന്നെ മിൻഹാജുൽ ആബിദീനിൽ പറഞ്ഞില്ലേ, ഞാൻ ഫിർഔനേക്കാൾ ഖൈറ് എന്നതിൽ തന്നെ അഭിമാനിക്കാൻ തുടങ്ങിയാൽ ഈ അഹങ്കാരം കൊണ്ട് അവന്റെ ഈമാൻ തകർന്നു പോകും. ഗസാലി തങ്ങള് അതുപോലത്തെ മഹാന്മാരെ നമ്മൾ മറന്നില്ലേ? അവർ എഴുതി വെച്ചത് ഇരിക്കുന്ന ആ കിതാബുകൾ എവിടെ ഉണ്ട്? വിലക്ക് വാങ്ങാൻ കിട്ടും. അത് പഠിക്കാനിരിക്കുന്ന സമയമുണ്ടോ? എന്താണ് നമ്മൾക്കത് ഒരു തുറന്നു നോക്കാനുള്ളതിരിക്കുന്ന സമയമുണ്ടോ? നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഇൽമുത്തസവ്വുഫ് മനസ്സിനെ ശുദ്ധിയാക്കുന്ന, നമ്മളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ആ ഇൽമ അകന്നതല്ലേ നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്ന എല്ലാ അബദ്ധവും. ഇത് നാം മനസ്സിലാക്കണം. നമ്മൾ ശരിക്കും അത് പഠിച്ചാൽ, മിൻഹാജുൽ ആബിദീൻ പഠിച്ചാൽ എനിക്ക് എന്നെപ്പറ്റി എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമേ അവസരമുണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ഇരിക്കുന്ന അവസരമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ നഫ്സിനോടും ഈ ഇരിക്കുന്ന എല്ലാവരോടും ഉപദേശത്തിന് അർഹനല്ലെങ്കിലും ഒരു തദ്കീർ, ഒരു ഓർമ്മപ്പെടുത്തൽ എല്ലാവരോടും നമ്മൾ നന്നാവണം. ആദ്യം വൽമിൽഹു യംനഉ മിൻ ശൈഇൻ തദൗദഹു ഫകൈഫ അയ്ളൻ ഇദാ മാ മസ്സഹു ദുദു. റസാലത്തിൽ പറഞ്ഞതുപോലെ ഒരു വസ്തുവിന് ഉപ്പിടുന്നത് എന്തിനു വേണ്ടി? മാങ്ങ മുറിച്ച് ഉണക്കി ഉപ്പിട്ട് വെക്കുന്നത് എന്തിനാണ്? മാങ്ങയിൽ പുഴ വരുന്നതിന് വേണ്ടി, പുഴുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പുഴുനെ തടയാൻ വേണ്ടി പല സാധനങ്ങൾക്ക് ഉപ്പിട്ട് വെക്കുന്നു. ഉപ്പ് തന്നെ പുഴുത്താൽ, ഉപ്പ് പുഴുവായാൽ പിന്നെ ബാക്കിയുള്ള വസ്തുവിനെ ഈ ഉപ്പ് കൊണ്ട് എങ്ങനെ കാക്കും? അതുകൊണ്ട് എല്ലാ ഓരോരുത്തരും ആരാവട്ടെ അവര് ഇവരെന്നുള്ള വ്യത്യാസമില്ലാതെ ഞാൻ പറയുന്നു, എല്ലാവരും അവരവരുടെ ഹൃദയത്തിനെ ശുദ്ധിയാക്കുക. സ്വന്തം നഫ്സിന്റെ നിന്റെ സ്വന്തം നഫ്സിന്റെ കുറവ് നീ പരിശോധിക്കൂ. മറ്റുള്ളവരുടെ ഐബല്ല നീ ചിന്തിക്കേണ്ടത്. ഇത് പഠിക്കാറുണ്ടോ? ദർസുകൾ റസാലത്തോടാനുണ്ടോ? നമ്മൾ മനുഷ്യ സ്വഭാവത്തിൽ വേണം. ഇതെല്ലാം ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് ഒരു തദ്കീർ, ഒരു ഓർമ്മപ്പെടുത്തലിനെയാണ് ഞാൻ ഈ അവസരം ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പറയുന്നില്ല. മഗ്‌രിബ് നമസ്കാരത്തിന് സമയവും ആയി. ഞാൻ നിർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഹഖ് മനസ്സിലാക്കിയത്